Assalamualaikum warahmatullahi ta'ala wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Madad sunni class. Alhamdulillah, പരിശുദ്ധ റമദാന്റെ 8 നോമ്പ് നമുക്കുണ്ട്. റമദാന്റെ പൂണേലെ നോമ്പ് മൂന്നാലായിട്ട് സാധാരണ 4 മക്കളെ ഇൽമുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റിസൾട്ട് കണ്ട ഒരു സമയമായിട്ട് ഇപ്പൊ ഈ റിസൾട്ട് പറയുമ്പോൾ പോഷകവും മക്കളെ പോഷകവും തെളിവ് ഗമനം കൊടുക്കേണ്ട കാര്യങ്ങൾ അതായിട്ടാണ് ഇന്നത്തെ ക്ലാസ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മക്കളെ ഉയർച്ചവും തളർച്ചയും രണ്ടും കാരണം ഒന്നാമത്തെ കാരണക്കാർ ബാപ്പ ഉമ്മ. മക്ക ഉയർവും അങ്ങനെ കാരണം, മക്ക തളർവും അങ്ങനെ കാരണം. വേറെ പല കാരണങ്ങളിൽ നിന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ മക്കളെ ഉയർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാപ്പ ഉമ്മ. എത്ര വലിയ മക്കൾ ഉയരത്തിലെത്തിയിട്ടുണ്ടെങ്കിലും അത് ബാപ്പ ഉമ്മയുടെ പണം കൊണ്ട് തന്നെ. അതിന് ഒന്നാമതായി വേണ്ടത് ബാപ്പ ഉമ്മയുടെ നാവ് ശരിയാവും. നാവ് ശരിയാവും. എപ്പോ നോക്കുമോ പഠിക്കില്ല, ഓണങ്ങനെ ഓണിങ്ങനെ. അത് ചൊല്ലതുക്ക് ബദല് ആ മക്കളിൽ കാണേണ്ട നല്ലത് കണ്ടിട്ട് ആൾമാരിൽ ഒരു ചൊന്നൻ കണ്ടെങ്കിൽ ആ മക്കളെ ഉയർച്ചയ്ക്ക് കാരണം കണ്ടിട്ട് ആ മക്കനികളെ പലക്കത്തെ കീഴ്പണി. ചില എല്ലാ മക്കളിലും എല്ലാ ഗുണങ്ങളും നിൽക്കില്ല. ചില ഗുണങ്ങൾ ചില മക്കളിൽ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ആൾമാരെ നിങ്ങൾ ചൊല്ലണം. അതായത് നിങ്ങൾ ഈ മക്കൾ എന്താ എപ്പോ നോക്കിയാൽ പഠിക്കില്ല, അങ്ങനെ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് സൈഡിൽ ചൊല്ലുന്നത്. അതേ സമയത്ത് അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ എടുത്ത് നിങ്ങൾ ചൊല്ലുന്നു. നിങ്ങൾ ചൊന്ന പോലെ പിന്നെ അങ്ങനെ കേൾക്കുക. ഒന്നതാണ് ചെന്ന് നിങ്ങളെ നാവ് ശരിയാക്കുക എന്നുള്ളത്. പാരൻസ് നാവ് സമാധാനം, നാവ് നല്ലത് ചൊല്ലണം. മക്കളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചൊല്ലണം. കാരണം നിങ്ങൾ നല്ലത് നിങ്ങൾ അത് വേഗം നിങ്ങളെ മക്കൾക്ക് പഠിക്കുന്നത്. സലാസു തഴവാക്കി 3 ദുആ ലാ തുറത്ത്. ആ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. അതിൽ ഒന്നായിട്ട് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളെ അപ്പ ഉമ്മ മക്കൾക്ക് ദ്വാരക്കുന്നെങ്കിൽ അതിങ്ങനെ കൈപിടിച്ച് ചൊല്ലത് മാത്രം ദ്വാരല്ല. സാധാരണ ഞങ്ങളെ ചില സമയങ്ങളിൽ അത് മക്കൾക്ക് താങ്ങിപ്പോണ്ട് അതിലേറ്റവും കൂടുതൽ ഫസ്റ്റ് താക്കുന്നത് പാപ്പതും ഉമ്മാണ്. നിങ്ങൾ നല്ലത് ചെന്നെങ്കിലും താകുന്നത്, തപ്പ് ചെന്നെങ്കിലും താകുക. ഓപ്പുറം പഠിക്കില്ല, ഓണങ്ങനെ ഓൺ ബുദ്ധിയില്ല, ഓൺ തലക്കുണ്ട്. ഈ ചൊല്ലർക്ക് ബദല് അങ്ങനെയുള്ള തല ഇപ്പത്തെ ഉഷാറായി വന്ന ഉഷാറുള്ള ഇങ്ങനെയുള്ള ആ ഇന്നതിൽ കണ്ടത് കളവ് ചൊല്ലുന്നുണ്ടെന്നുമല്ല, പ്രോത്സാഹന രീതിയിലെങ്കിലും പുറത്ത് പറയുന്നു. അപ്പൊ ഈ ഒരു ഒന്നാമത്തെ കാര്യം അപ്പ ഉമ്മ നാവിടെ സമാപനം എന്നുള്ള അല്ല. നിങ്ങൾ സാധാരണ ചൊല്ല പലപ്പോഴും നിങ്ങൾ നല്ലവണ്ണം പിന്നെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ വേറെ മക്കളുടെ മന്ത്രി പാട്ടുകൊണ്ടത് പിന്നെ ഫസ്റ്റ് നിങ്ങളെ മക്കൾ നിങ്ങൾ ദ്വാരക്കണം. എൻ്റെ മക്കളൊന്നും നീ നന്നാക്കറൊക്കെ എനിക്ക് ഖുർആനിൽ പഠിപ്പായിട്ട് ദ്വാരേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ തന്നെ ധാരാളം. ഒന്നാമതായി. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മക്കളും ഒരേപോലെയല്ല. നിങ്ങൾ ഔത്തിൽ നിങ്ങൾക്ക് 4 മക്കളുടെ സ്വഭാവ വ്യത്യാസമായിരിക്കും. ചില മക്കൾ എഴുതുന്നതിലും പഠിക്കുന്നതിലും ഉത്സാഹം, ചില മക്കൾ ഓതുന്നതിലും ഉത്സാഹം, ചില മക്കൾ എഴുതുന്ന ഉത്സാഹം പഠിക്കുന്നത്, ചില മക്കൾ തലക്ക് കൊണ്ട് ചൊല്ലുക തരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത രീതിയായിട്ട് മക്കളുണ്ട്. അപ്പൊ റിസൾട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല മക്കൾ മാർക്ക് കുറഞ്ഞിട്ട് എന്നതല്ല, മക്കളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടിട്ട് ഞങ്ങൾ എന്താക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ മക്കളോടുള്ളൊരു പെരുമാറ്റത്തെ ഇപ്പൊ 2 മാർക്കെങ്കിലും ആ കിട്ടിയത് കഴിഞ്ഞ വർഷത്തെ 2 മാർക്ക് യാതൊണ്ടെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കി ഇല്ല കണ്ടെങ്കിലും ഞങ്ങളെ പറക്കാമനാണ്. എന്തേ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരും, ഞങ്ങളെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരും, ഞങ്ങളെ നാം ഞങ്ങമേ ചെലവാകും. അതല്ല ബാക്കി നിന്നുള്ള പിന്നെ ഞങ്ങളെ മക്കളെ കാര്യത്തിൽ ഞങ്ങൾ നന്നാവണം. ഫസ്റ്റ് ഞങ്ങളെ മക്കളെ കാര്യത്തിൽ ഞങ്ങളെ റോൾസ് ഞങ്ങൾ അറിയണം. പ്രവർത്തനങ്ങൾ പിന്നെ കേട്ട്. അപ്പൊ അതുകൊണ്ടിട്ട്
ആ മാർക്ക് പറയുന്നത് ഒന്നാമതായി ഞാൻ മാർക്ക് കുറടിയേക്ക് ചൊല്ലല്ല അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷത്തെ യാതെടുത്തത് ഇത്ര എടുത്തത് അത് നിങ്ങൾ മക്കളെ ചൊല്ലണം. മക്കളെ ഇൻസൽട്ടാക്കുകയില്ല, മക്കളെ നാണം കടത്തുകയില്ല. പിന്നെ അത് സ്റ്റാറ്റസ് ഇട്ടിട്ടോ മറ്റുള്ള ആൾമാർക്ക് കടത്തി കൊടുത്തിട്ടോ മറ്റുള്ള ആൾമാർക്ക് ചൊന്നിട്ടോ ഓന് ഇങ്ങനെ ചെന്നിട്ട് ഈ താത്രത്തിന് ബദല് ആ മക്കളെ നല്ല ചൊല്ലും. മക്കൾ നിങ്ങൾ ചൊന്ന പോലെ കേട്ടു നിങ്ങൾക്ക് മക്കൾക്ക് ഇഷ്ടപ്പെടും. അതേ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പോലെ ഇങ്ങനെ ചൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഓ പഠിക്കില്ല അങ്ങനെ ഇങ്ങനെ ചൊല്ലും നിങ്ങളുടെ മക്കൾക്ക് ഭയപ്പെടും. നിങ്ങൾ ചൊന്ന പോലെ മക്കൾ കേൾക്കും. പിന്നെ നിങ്ങൾ എതിർത്ത് പറക്കരയൊക്കെ ആവില്ല, ജോറാട്ടൊക്കെ ആവില്ല. അതുകൊണ്ടിട്ട് അങ്ങ് മുണ്ടതിൽ മാത്രം അവർ മനസ്സിൽ നിങ്ങളുടെ അങ്ങനെ മനസ്സിലേക്ക് ഇതിനെ നിങ്ങൾ പുതു മക്കളിട്ടൊന്നും നിങ്ങളുടെ മക്കളെ ടിക്കറ്റ് നോക്കും. നിന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ എന്തിനാവുള്ളത് കേട്ടിട്ടുണ്ടോ മക്കൾ ചൊല്ലത്? അത് മക്കളെ മനസ്സിലേക്ക് മക്കളെല്ലാം മനസ്സിലാക്കുക കഴിവിക്കരുത്, ചൊല്ലൊക്കെ തിരിക്കാണ്ട് മാത്രം. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഈ മാർക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളെ ആ ഉള്ളതിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടിട്ട് ആ മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. പിന്നൊന്നും മൂന്നാമത്തെ കാര്യം ഈ പാരൻസ് മനസ്സിലാക്കേണ്ടത് നമ്മിപ്പോ പഠിപ്പാട്ടുമ്പോ നമുക്ക് അനുഭവമായ ഒന്നായിട്ടില്ല എന്നാ ചൊല്ലേ മക്ക മാർക്ക് ഇത് കണ്ടെങ്കിൽ പഠിക്കുക, മാർക്ക് കണ്ടില്ല ചെന്നെങ്കിൽ പഠിക്കില്ല. മക്കൾക്ക് എന്തെങ്കിലും പഠിക്കുമ്പോൾ ഞാൻ കേൾക്കട്ടെ ഇത് പരീക്ഷയിൽ പണ്ടാണ്. അപ്പൊ മക്കളെ തലവില്ലെന്ന് നന ഈ മദ്രസയിൽ പണ്ടത് പരീക്ഷ എടുക്കും, മാർക്ക് എടുക്കും, മാർക്ക് പ്രൈസ് എടുക്കും, ഇതേ തലവില്ല. അതുകൊണ്ട് നമ്മളെ മക്കൾ പഠിച്ചതിനും ഉപകാരപ്പെടില്ല, പഠിച്ചതിനുണ്ടെങ്കിൽ അത് ഉപകാരത്തിന് പണ്ടില്ല. അതൊക്കെയുള്ള കാരണം എന്തെങ്കിൽ ഈ മക്ക പഠിക്കരുത് അള്ളാഹുക്ക് വേണ്ടിയിട്ടോ ദീനുടെ ഇരുമോട്ടോ നമ്മളെ അഭിവൃദ്ധിക്കൊണ്ടുള്ള ചിന്ത മക്കളെ ഇല്ല. ഇഖ്ലാസ് ഇല്ല എന്നുള്ളത് മക്കളെ ഇഖ്ലാസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഞങ്ങൾ പഠിക്കുമ്പോഴത്തത് മക്കളെ മാർക്ക് പേരായി ഞങ്ങൾ പഠിപ്പാടത്തിയാണ്. ഇതിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു റസൂലും ഇഷ്ടമാണ്. അള്ളാഹു റസൂലിനും വേണ്ടി പഠിക്കലേ, അള്ളാഹുക്ക് വേണ്ടി പഠിക്കലേ, അള്ളാഹുടെ തൃപ്തിന് വേനായി പഠിക്കലേ എന്ന മക്തസ്ത കിതാബിലെ പഠിപ്പാട്ടുള്ളതായിട്ട് ഇഖ്ലാസ് വേണമെങ്കിൽ ഇഖ്ലാസ് വേണം ചെന്ന് അവിടെ ചൊല്ലിട്ട് ഇൽമ പഠിക്കുന്നത് അള്ളാഹു വേണ്ടി മാത്രം, അള്ളാഹുടെ തൃപ്തിന് വേനായിട്ട്. അതുകൊണ്ടിട്ട് ഞങ്ങൾ മക്കളെ മാർക്ക് പേരായി പ്രോത്സാഹനം കൊടുക്കില്ല. അള്ളാഹുക്ക് വേണ്ടി നീ ഇത് പഠിക്കലേ എന്നുള്ള ഒരു ബഹുമാണ്. അത് മക്കൾ ഇട്ടുകൊടുത്തെങ്കിൽ ഓട്ടോമാറ്റിക് ആ മക്കൾക്ക് പാഠമാവും. ജണ്ട് അങ്ങ് പഠിച്ചത്ര അങ്ങനെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുകൊണ്ടത് ഉപകാരപ്പെടും. ഇപ്പോ നല്ല മാർക്കെടുത്ത മക്കളെ ഉടലെങ്കിൽ ഉടലത് മുന്നല്ല പ്രൈസും അതീതെല്ലാം എടുത്തേനെ. പക്ഷെ ഇന്റെ അത് ജീവിതത്തിൽ അങ്ങനെ ഒരു നിസ്കാരമോ അല്ലെങ്കിൽ ഒരു ഖുർആനോ അതുപോലെ ഉണ്ടാ. എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടത്? അത് പരീക്ഷയ്ക്ക് മാത്രം പഠിച്ചിരുന്നു. അപ്പൊ പാരൻസ് മനസ്സിലാക്കേണ്ടത് മാർക്കിന് വേണ്ടി മക്കളെ പഠിപ്പാട്ടുകൊടുത്തീരാ. സ്കൂളും മദ്രസയും ഒരേ ലെവലിൽ കൊടുത്തീരാ. സ്കൂള് ദുനിയാവിയായ വിഷയമായിട്ട്, മദ്രസ എന്നുള്ളത് ഉഹ്റവിയായ ആഹ്റവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് അതും ഇതും ഒരുപോലെ ഒരിക്കലും മാർക്ക് കൊടുത്തീരാ. അതുകൊണ്ട് പാരൻസ് ഈ വിഷയത്തിൽ ഗമനം കൊടുക്കണം. എന്തേ ഞങ്ങളെ മക്കളെ പഠിക്കേണ്ടത് അള്ളാഹുക്ക് വേണ്ടി എന്ന് മാത്രം ഞങ്ങളെ ചിന്തയിട്ട് കൊടുക്കണം. നീനെന്താ ഈ ഖുർആൻ ചന്താക്കി ഓതി അള്ളാഹു ഭയങ്കര ഇഷ്ടമാവും. ഖുർആൻ ചന്ത ഓതിരങ്ങളെ നബിത്തങ്ങൾ ഇഷ്ടപ്പെട്ട് ഇത്തരം ചിന്തകൾ മക്കൾ ചെറിയതിലേക്ക് കൊടുക്കണം. 3ാം ക്ലാസ് 2ാം ക്ലാസ് 5ാം ക്ലാസ് എത്തുമ്പോൾ ഇങ്ങനെ ആയിട്ട് ഞങ്ങൾ മക്കളെ കൽപ്പ് വിട്ടു കൊടുക്കരുത്. അതേസമയത്ത് അങ്ങനെ ഉണ്ണിത്തര മാർക്കെടുക്കുക, ഓണിത്തര മാർക്കെടുക്കുക, നീ എന്ത് ഇങ്ങനെ എപ്പോൾ നീ എനിക്ക് തലക്കുകൊണ്ട് ഇങ്ങനെ ആയിട്ട് മക്കളെ പൊറുവിടണം. അല്ല മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം. അല്ലെ ഒരു കിടാവ് എന്തെങ്കിലും കണ്ടിങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ മേൽപ്പാത്രം ട്രൈ ആക്കാന്നുണ്ടെങ്കിൽ ഓൺ മേൽപ്പാത്രം തന്നെ കാല് പിടിച്ച് കീത് വലിക്കണം, അല്ല കൈ പിടിച്ചിട്ട് മേൽ വലിക്കണം. പത്രം തന്നെ മേലെത്തുന്നതിനെ മേൽ വലിക്കണ്ടേ? നന്നാക്കിന്റെ കാല് പിടിച്ച് കീ വലിക്കും. നങ്ങ ഉസാറാവില്ല, മക്കൾ ഉസാറാവും. ഈ ഒരു എല്ലാം ഒന്നും കണ്ടവനായിട്ട് ഈ മക്കളെ മാർക്കിൽ മാത്രം മക്കളെ തലക്കിട്ട് കൊടുക്കും. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ പഠിപ്പാട്ടൊക്കെ കേൾക്കുന്നത് പുസ്തകം പരീക്ഷ വേണ്ട, പുസ്തകം മാർക്കുണ്ടാകും. എന്തെന്ന് ചെന്നെങ്കിലും കേട്ടിട്ട് പുസ്തകം മാർക്കിനെ മാത്രം മക്കൾ ചന്താക്കിട്ടത്.
മാർക്ക് തന്നെ മാത്രം നമുക്ക് അതിൽ പഠിക്കും. പരീക്ഷ പണ്ടുതന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ പരീക്ഷയോട് കൂടെ പിന്നെ അത് വേണ്ട അങ്ങനെ ചിന്തയുള്ള മാർക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ആക്കിടത്തരൻ, നിങ്ങൾ മക്കൾ ചുമക്കിടത്തരൻ. അപ്പൊ അതുകൊണ്ടിട്ട് ഈ മൂന്നാമത്തെ കാര്യം ഞങ്ങൾ മക്കളെ ഇഖ്ലാസിട്ട് കൊടുക്കണം. അള്ളാഹുക്ക് വേണ്ടി പഠിക്കല്. ഇത് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി, ദുനിയാവിന്റെ ആവശ്യത്തിനല്ല, ആഖിറത്തെ ആവശ്യത്തിന് വേണ്ടി എന്നുള്ളത്. പിന്നെ നമ്മൾ മക്കളെ കമ്പയർ ആക്കിയതാണ്. കമ്പയർ നാളെ ചൊന്നതായിട്ട് ഓൻ ഇത്ര പഠിച്ച, ഓൻ ഇത്ര ഉത്സാഹം, എനിക്ക് ഇത്ര മാർക്ക് കുറയുന്നത്, അങ്ങനെ ആക്കത്തില്ല. യഥാർത്ഥത്തിൽ പരീക്ഷ എന്നുള്ളത് അത് വേണം. അതേ സമയത്ത് അത്ര മാത്രം ഞങ്ങൾ തലയിൽ വെച്ചിട്ട് നടക്കലല്ല. ഞങ്ങൾ മാർക്ക് എടുത്തിട്ട് ഈ മാർക്ക് കൊണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോബൊക്കെ പോയില്ലാവില്ല. ഇത് ആഹ്റത്ത് കൊണ്ട കാര്യമാണ് ചെന്നത്. അതുകൊണ്ടിട്ട് മാർക്കിനെ നോക്കിയിട്ട് മക്കളെ കമ്പയർ ആക്കത്തില്ല. അല്ലെ, കേരളത്തിൽ ഒരു പെണ്ണ് 16 വർഷത്തെ ഒരു പെണ്ണ് 14 വർഷത്തെ പെണ്ണിടെ ഇലവരെ കുഞ്ഞിമടെ പോലെ കലത്ത് ഞെക്കി കൊന്നാൽ എന്ത് കേട്ടിട്ട് അവർക്ക് നല്ല മാർക്കുണ്ട്. ഫാമിലി നല്ല അച്ഛൻ എനിക്ക് തലയ്ക്ക് കൊണ്ടോ പോലത്തെ മാർക്ക് എടുത്തത്. ഇപ്പൊ ഓരോ ഔട്ട് പറഞ്ഞപ്പോൾ അവിടെ ഇല്ലാത്ത കലത്ത് ഞെക്കിട്ട് ഒക്കുന്നത് വലിയ. അപ്പൊ എന്ത് കേട്ട് കാരണം എന്തായിട്ടെങ്കിൽ ഇതായിട്ട് വിളിക്കുന്നത് എൻ്റെ പാരൻസ് ഔത്തരല്ല, കുടുംബത്തിന് എല്ലാവരും അവർക്ക് മാർക്ക് ഓർക്ക് ടെൻഷൻ. അപ്പൊ അതെന്തായിക്കത് ഓർ ഇന്നത് കൊണ്ടിട്ടല്ലേ എനിക്ക് അങ്ങനെ ആവില്ലേ, അവരെ ഇങ്ങനെ ആവുകയില്ലല്ലേ എന്ന ആ ഒരു ഇരട്ടായിട്ട് അവർ കൊല നടത്തിയത്. ഇതും മലയാള ചാനലുകൾ ഭയങ്കര ചർച്ചയായ വിഷയമായിട്ടുള്ളത്. ഓലെ കൊന്നെ ആദ്യമായിട്ട് പോലെ പാരൻസും ഓരോ കുടുംബത്താണ്. അപ്പൊ സംഭവത്തെ ശരി തന്നെ ആയിട്ടിട്ട്. അപ്പൊ ഞങ്ങൾ എന്താക്കണമെന്ന് ഞങ്ങളുടെ മക്കളെ എപ്പോഴും ഞങ്ങൾ ഈ പിന്നത്തെ കമ്പയർ ആക്കിത്തീര. മക്കളുടെ ബുദ്ധി എപ്പോഴും എല്ലാവരും ഒരേപോലെ ചിലമാർ ചില വിഷയത്തിൽ ഉത്സാഹിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാം കഴിവിക്കില്ല, എല്ലാത്തിനും എല്ലാവർക്കും എല്ലാം കഴിവിക്കില്ല. ചില ആൾമാർക്കും നല്ല കഴിവിക്കരുത്, എന്തിനും ഓതരുത്. ചില ആൾമാർക്ക് തലക്കരച്ചിട്ട് തലക്കെടുക്കുണ്ട്, എന്ത് കുത്തിരി ലോകത്ത് കുത്തിരില്ല, അങ്ങനത്തെ വിക്കരുത്. അത് ഇപ്പൊ ഏത് റായത് നോക്കിയിട്ടുണ്ടെങ്കിലും, ഏത് ക്ലാസ് നോക്കിയിട്ടുണ്ടെങ്കിലും, എത്ര വലിയ ടീച്ചേഴ്സ് വന്നെങ്കിൽ, എത്ര ചെറിയ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും, ഈ മക്കളെ അങ്ങ് ആൾറെഡി അങ്ങിക്കുന്ന ഒരു ബുദ്ധിക്ക്, ആ ബുദ്ധി അതിൽ യാറാക്കും, അതിൽ പൊറുതിയാക്കുക. പക്ഷെ അതേ ബുദ്ധിയിൽ വെച്ചിട്ട് അങ്ങനെ അഭിവൃദ്ധിയാക്കുക എന്നല്ലാണ്ട് ഈ തലക്കറച്ചിൽ ജാസ്തിയാക്കുമ്പോൾ ചില ട്രിക്സ് ഉപയോഗമാക്കുക എന്നല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് മെമ്മറി ഇട്ട് കൊടുക്കുകയാവില്ല. അത് ഞങ്ങളെ കൊണ്ട് ആവുന്ന ഒരു വിഷയമല്ല. അത് അള്ളാഹു താൻ ആക്കിയാവും അത്രേ പഠിച്ചു കൊടുത്തത്. അത് ആ മനുഷ്യർക്ക് അതിൽ കഴിവില്ലെങ്കിൽ പിന്നൊരു വിഷയത്തിൽ കഴിവുണ്ട്. അല്ലെ, ചിലപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ തെറ്റങ്ങായിട്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനത്ത് എത്തിയെന്നൊക്കെ ചില ചരിത്രങ്ങളിലുള്ള ചില ഹിസ്റ്ററികളെല്ലാം കാണാം. അതുകൊണ്ട് ഞങ്ങൾ ഈ കമ്പയർ ആക്കട്ടെ എന്നുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾ തീരായി എന്നുള്ളത് ഞങ്ങൾ ഈ മാർക്കുടെ വിഷയത്തിൽ മാത്രം ഫോക്കസ് ആക്കാണ്ട് അതിലെ വിഷയം ഞങ്ങൾ ചുമതലാക്കാണ്ട് പാസ് ഫെയില് അതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ഇൽമു പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ അവർ മക്കൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലിയൊരു അതിലെ വിഷയത്തിൽ ഞങ്ങൾ വലിയ ടെൻഷൻ ആക്കിയിട്ടോ മക്കൾ തിരികെയായിട്ടോ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്ക് എന്താക്കേണ്ടിയുണ്ട്. ചിലപ്പോൾ ഈ മക്കൾ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ മക്കളെ ഫെയിലാക്കി ഉഷാറാക്കുന്നുണ്ടെങ്കിൽ ഫെയിലാക്കാം. എന്നിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ മക്കളെ തടിക്കിട്ട് വിജയിക്കുന്നത്. അപ്പൊ അത്തരം മക്കളെല്ലാം ചമ്മതി ഇതാക്കുകയെല്ലാവില്ല ഉസ്താമാന്നുള്ള ആലോചന ആക്കിയുണ്ടാവും. അപ്പൊ അതെല്ലാം ആലോചനയാക്കിയിട്ട് ചില മക്കളെ പാസ്സാവുടായിട്ട് മേലത്തെ ക്ലാസ് കടത്തേണ്ട അനിവാര്യത്തെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഈ ഫൈല് ചിലപ്പോൾ അയക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വലിയ തലക്കുത്താക്കത്തില്ല, ചില മക്കൾക്ക് ടെൻഷൻ ആക്കത്തില്ല. അപ്പൊ അത് മുന്നതിന്നതിനേക്കാൾ ദണ്ട് യാറാടല്ലാണ്ട് നിങ്ങൾ നോക്കുന്നു. ഇത്രത്തോളം ഈ 1ാം ക്ലാസ് മുതൽ ആ കണ്ടുണ്ടോ കുറെ വർഷം മദ്രസയിൽ പഠിപ്പായിട്ടാണ്. അപ്പൊ ഈ 1ാം ക്ലാസ്സിൽ ഉസാറിന് നമുക്ക് ആ 10ാം ക്ലാസ്സിൽ അതേ ഈ പിറവിന്റെ നമുക്ക് അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരവ് ഞങ്ങൾ നോക്കണം. അതേസമയത്ത് ഇതെന്തരായിട്ട് ഉയർന്നുള്ള മക്കളെ നല്ല മാർക്ക് നല്ല ഉഷാറായി പഠിക്കണം. മക്കളെ പോലെ ഉഷാറായി
അങ്ങനെ പുതു തട്ടുക ആളുണ്ട്, അത് പ്രൈസ് കൊടുക്കുക ആളുണ്ട്. അതേ സമയത്ത് ഈ ബാക്കുള്ള മക്കൾക്ക് ആ മക്കൾക്ക് ഒരു പ്രത്യേക കോച്ചിങ് കൊടുക്കണമെങ്കിൽ ഇത്ര വ്യവസ്ഥമാണ്, അല്ലെങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും രീതിയിൽ പഠിപ്പാട്ട് കൊടുക്കണമെങ്കിൽ ഇത്ര വ്യവസ്ഥമാണ്. അതൊക്കെ ഒരു പ്രത്യേക ഒരു ആള് വെച്ചിട്ട് ആ മക്കളെ മൈൻഡ് വർക്ക് അവിടെ ഇട്ടത് അങ്ങനത്തെ ഒരു ക്ലാസ് കൊടുക്കണമെങ്കിൽ ഇത്ര വ്യവസ്ഥ നാട്ടില്ല. അപ്പൊ ഞങ്ങൾക്കിടെ നിങ്ങൾ ഫസ്റ്റ് എടുത്തെങ്കിൽ ഞങ്ങൾ പ്രൈസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ടല്ല. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരാൾ ഫസ്റ്റ് ഒരാൾ സെക്കൻഡ് ബാക്കി ഞങ്ങളെല്ലാം ഇതിലേക്ക്. അപ്പൊ ഞങ്ങൾ എന്താ ഈ ഫസ്റ്റും സെക്കൻഡ് എടുത്തെങ്കിൽ ഞങ്ങൾ ഉയർത്തി കൊണ്ടുപോകുമ്പോ 2 മക്കൾ മാത്രമേ ഉയർത്തിലേക്ക്, ബാക്കി ഞങ്ങൾ അതേ ലെവലിലേക്ക്. അപ്പൊ അങ്ങനെ ഉയർത്തി കൊണ്ടുവരക്കുള്ള തെളിയന്ത്രിലേക്ക് ഞങ്ങൾ ആലോചന ബദൽ ഞങ്ങൾ ആക്കിയിട്ടുള്ള സ്വരം വേറെ ആയിട്ട്. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ പാരൻസ് ഞങ്ങൾ ഗമനം ആക്കേണ്ട ഒന്ന് കൊടുക്കേണ്ട ഒന്ന് മക്കൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മക്കൾ ഫെയിലായിട്ടുണ്ടെങ്കിലോ ആ മക്കൾക്ക് നിങ്ങൾ പിന്നെ അങ്ങനെ ഇൻട്രസ്റ്റ് കുറയാക്കണ്ട. ആ മക്കൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക, മക്കൾ സപ്പോർട്ടായിട്ട്. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മക്കൾക്ക് ജോറായി വേണ്ടിയിട്ട് അല്ല അവൻ്റെ നോക്കും നോക്കും ഈ ചൊല്ലർക്ക് ബദൽ ആ മക്കൾക്ക് ಇನ್ನೊಂದು ವರ್ಷ ನೀವು ಚಂದಾಗಿಟ್ಟು പഠിക്കണം, ನನಗೆ എത്ര പഠിച്ചാൽ അത്ര നല്ലത് എന്നിങ്ങനത്തെ സമാധാനത്തെ പലക്കച്ചൊന്നും കൊടുത്തിട്ട് മക്കളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അല്ലേ. ഇപ്പൊ ഞങ്ങൾ എത്ര ഈ കീഴ് കറവിന്ന മക്കൾ, ആ കറവിന്ന മക്കൾ ഒരിക്കലും അടിച്ചിട്ട് മേൽക്കൊണ്ട് വരാറില്ല. അത് വെറുതെ അടിച്ചിട്ട് എന്നല്ലേ ആൾറെഡി അള്ളാഹു ബുദ്ധിനെ ഒരു തൂക്ക ഇത്തരം കൊടുത്തിട്ടില്ല. അത് ജാസ്തി ആയിരുന്നു നമ്മളെ കൊണ്ട് സാധ്യത, ആരെ കൊണ്ടും സാധ്യത. അപ്പൊ ഉള്ള ബുദ്ധിയുടെ നമ്മൾ എന്താക്ക ഉയർത്തിക്കൊണ്ടുവരേനായിട്ട് നോക്കാം. അത്ര ഞങ്ങൾ ചില ടെക്സ്റ്റുകൾ ഉപയോഗമാക്കിയിട്ട് അങ്ങകാവുടെ രീതിയിൽ പഠനത്തെ രീതി അങ്ങകാവുടെ രീതിയിലൊക്കെ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരവ് നോക്കാം എന്നല്ലാണ്ട് അങ്ങനെ താത്തു കുത്തികളായിരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ റിസൾട്ട് പറമ്പ് ചൊമ്മ പാരൻസിന്റെ ഭാഗത്ത് ഈ മക്കളെ തളർച്ചയുള്ള കാരണം പാരൻസ് തന്നെ 90% പാരൻസ് എന്താ പറഞ്ഞെങ്കിൽ ഒന്ന് മക്കളെ നച്ചുന്ന പോലെ മക്കളെ നല്ല പറഞ്ഞ ചൊല്ലില്ല, മക്കളെ നല്ലത് വേണമായിട്ട് ദ്വാരക്കില്ല. പിന്നെ മക്കൾക്ക് അങ്ങനെ നല്ലത് മക്കളെ നല്ല ഗുണം കഴിക്കുക അത് കണ്ടിട്ട് ആ മക്കളെ പ്രശംസിക്കില്ല. ഇപ്പൊ എന്തുപോലും തിരിഞ്ഞാണ്ടെങ്കിലും ബാക്കി ചില നല്ല ഗുണം നടക്കരുത് അത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ മക്കളെ മുതുതട്ടില്ല. പിന്നെ മക്കളെ കമ്പയർ ആക്കട്ടെ, ബാക്കി മക്കളെ ചേർത്ത് നോക്കട്ടെ. ഇങ്ങനത്തെ ഇതെല്ലാം ഒരു മാനസികമായിട്ടും മക്കളോട് ഹിംസ കൊടുക്കുന്നതിനകത്തെ ഇതായിട്ട് കാണുന്നത്. അപ്പൊ ഒരിക്കലും ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് എൽമു എന്നുള്ളത് സ്കൂളും എൽമും ഒന്നല്ല എന്ന് മനസ്സിലാക്കണം. അത് ദുനിയാവുമായി സംബന്ധപ്പെട്ടത്, അത് മാർക്കയുടെ ആവശ്യമുണ്ട്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ സ്കൂളിൻ്റെ വരെ പാരൻസ് മീറ്റിംഗ് പോയപ്പോൾ അപ്പം ചൊല്ലെ ഞാൻ കേട്ട രീതിയിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ അവരുടെ എൻ്റെ മക്കളെ സ്കൂളിൻ്റെ പാരൻസ് മീറ്റിംഗ് പോയിട്ട് അവിടെ ചെന്നത് എന്തേ നിങ്ങൾ മക്കളെ മാർക്കുകളല്ല പഠിപ്പാട്ടേണ്ടത്, അത് മാർക്ക് എത്ര പേരെ എടുക്കട്ടെ അതല്ല വിഷയം. ആ മക്കൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഉയർന്നു വരണമെന്നുള്ളത്. അപ്പൊ അവിടെ വരെ ഇതിനെ സംബന്ധിച്ച ചൊല്ലേ അതേ സമയത്ത് ഞങ്ങളുടെ നോക്കാം. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മക്കൾ ഇഖ്ലാസായിട്ട് കൊടുക്കുക. അള്ളാഹുടെ ഇൽമും നീ പഠിക്കുകയുള്ളത്, നീ പഠിക്കുന്നത് അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി, നീ പഠിക്കുന്നത് കൊണ്ട് അള്ളാഹുടെ പൊരുത്തം ഉണ്ടാവും, അള്ളാഹുടെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഇത് അള്ളാഹുടെ ദീനിന് വേണ്ടി പഠിക്കുക, ഇത് അപ്പുറത്തിന് വേണ്ടി പഠിക്കുക. ഇത്തരം ചിന്തകളായിട്ട് ഞങ്ങളെ മക്കളെ മൈൻഡ് ഞങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. നീ പഠിച്ചെങ്കിൽ നിനക്ക് ഞാൻ സൈക്കിൾ എടുത്ത് തന്നെ, നിനക്ക് ഞാൻ മൊബൈൽ എടുത്ത് തന്നെ ചൊല്ലി ബദൽ ഇങ്ങനെ ചൊല്ലും. നീ പഠിച്ചത് കണ്ടെങ്കിൽ അള്ളാഹുടെയും റസൂലിന്റെയും ഇഷ്ടമായിട്ട്. അപ്പൊ നീ എത്ര പഠിച്ച, എങ്ങനെ പഠിച്ച? അപ്പൊ ഞങ്ങൾ എന്താ പറയണം, ഞങ്ങൾക്ക് ഒരു തെരിയാത്ത നില പോലെ ഞങ്ങൾക്ക് നമ്മൾ പറയാം. അപ്പൊ എന്താ പറയുന്നത്, മക്ക ക്ലാസ്സിൽ സ്വന്തം ക്യാച്ച് ആക്കിയിട്ട് അത് നമുക്ക് ഉമ്മക്ക് ചൊന്നു കൊടുക്കണം, പാപ്പക്ക് ചൊന്നു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മക്കളുണ്ട്. അതുകൊണ്ടിട്ട് ഞങ്ങളുടെ പാരൻസ് പ്രത്യേകിച്ച് ഈ മക്കളുടെ വിഷയത്തിലായിട്ട് മക്കൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ട് മക്കൾക്ക് ഉപകാരപ്പെടാണ്ടിരിക്കുന്ന ഒരു കാരണം ഈ മാർക്കിടെ റിസൾട്ട് തന്നെയായിരിക്കും. റിസൾട്ട് ഒന്നും ഉണ്ടാവും, റിസൾട്ട് വേണ്ട, പരീക്ഷ വേണം, മാർക്ക് വേണം, എല്ലാം വേണം. പക്ഷെ അതിലെ കറവത്തിൽ ഉണ്ടാവുന്ന ഈ റിയാക്ഷൻ പാപ്പയുടെ ഉമ്മയുടേതായ ആ ഒരു ഫലക്കായിട്ട് മക്കളെ തല
തളച്ചത് കൂടുതൽ കാരണം. വേറെ കാരണങ്ങളില്ല ഉണ്ട്, വേറെ കാരണങ്ങളുണ്ട്, വേറെ പല കാരണങ്ങൾ മക്കളെ പഠിപ്പ് പിന്നെ പിറവാകുള്ള കാരണങ്ങളിലേക്ക് ഇല്ലെങ്കിൽ. അതേ സമയത്ത് ബാപ്പ ഉമ്മ അങ്ങനെ നീയത്ത് നല്ലെന്നുണ്ടെങ്കിൽ ഈ എത്ര ബാക്കിന്നത് എത്ര നിൽക്കണമെങ്കിൽ ഒരു പരിഹാരം കാണും. അതുക്കുള്ള തെരു എതിരുള്ള അള്ളാഹുക്കാലം തുറന്നിട്ടല്ല. പക്ഷെ നമ്മുടെ നീയത്തിനല്ലേ വേണ്ടി. അപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ കടക്കുമ്പോൾ എന്തിനെ പഠിക്കണം? നന്റെ മോന് നല്ല എൽമു പഠിക്കണം. നന്റെ മോന് എൽമു പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹുടെ റഹ്മത്ത് കിട്ടും, അള്ളാഹുടെ ബർക്കത്ത് കിട്ടും. ഇങ്ങനെയുള്ള ഒരു ചിന്ത മക്കൾ പാരൻസ് മക്കളും നിങ്ങൾ അതേ ഇട്ട് കൊടുക്കണം. അത്ര കാര്യങ്ങളായിട്ട് ഞങ്ങൾ മക്കൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതാ നീ ഓതില്ല പുസ്തകമൊക്കെ ചൊല്ലുക, നീ ഓതില്ല എന്തിനൊക്കെ പുസ്തകമൊക്കെ അങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. ഇങ്ങനെയുള്ളതെല്ലാം ഗുണമുണ്ട്, അതല്ല തീരാ. പിന്നെ ഞങ്ങൾക്ക് മക്കളെന്നെ കംപ്ലൈൻറ്റ് പുസ്തകത്തെ ചൊല്ലുന്നത് എന്തുണ്ടെങ്കിൽ മക്കളെ എതിർക്കല്ല ചൊല്ലേണ്ടത്, മക്കൾ ഇല്ലാത്തപ്പോൾ ചൊല്ലണം. അതൊക്കെ ഒരു പരിഹാരം കാണുവാനായിട്ട് ചൊല്ലണം. ഇതങ്ങനെ നടിപ്പോപ്പാണൊക്കെ അങ്ങനെ ആക്കുക, മക്കൾ എതിർപ്പാണൊക്കെ. അത് ഒരിക്കലും മക്കത് ഇഷ്ടപ്പെടില്ല, മക്ക ഇഷ്ടപ്പെടില്ല. ഈ മാർക്ക് തന്നെ അങ്ങനെ ഇപ്പൊ ഈ മാർക്ക് തന്നെ പ്രചാരപ്പെടുന്നത് മക്ക ഇഷ്ടപ്പെടുക. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ മക്കളെ ചിലപ്പോൾ പേപ്പർ ഇങ്ങനെല്ലാം കൊടുക്കുമ്പോൾ ആ മക്ക അത് മറച്ചു വെച്ചല്ലെങ്കിൽ മുട്ടത്തിരുന്ന മക്കൾ പോലും കാട്ടുക അത്ര വേഗമാണ് കൂടില്ല. അങ്ങനെ മൈൻഡിലേക്ക് അങ്ങനെ മാർക്ക് നോക്കണേ. ഞാനിപ്പോ പേപ്പർ കൊടുത്തേക്ക് അങ്ങനെ മാർക്ക് നോക്കണേക്കുന്നുള്ളൂ. അവളിക്ക് എത്ര കിട്ടി, ഓണിക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലമുള്ളത് അത് മാറും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അതിന് വലിയ ഫോക്കസ് ആക്കാണ്ട് അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഞാൻ പരീക്ഷയും മാർക്കും റിസൾട്ടും അതിന് കുറഞ്ഞിട്ട് കാട്ടാൻ അതൊക്കെ വേണം. പക്ഷേ അതിക്ക് വേണ്ടി ഇതാവുക തീരാൻ അതല്ല ഇതര ആവശ്യത്തെ കഴിയുന്നത്, ഇതര ആവശ്യത്തെ അത് പഠിപ്പിയുടെ ഭാഗമായിട്ടില്ല. പക്ഷെ നന്ന ഈ മക്കളെ കൽവ് വിട്ടു കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളായിട്ട് അള്ളാഹുക്ക് വേണ്ടി, അള്ളാഹുടെ റസൂലിന് വേണ്ടി, ഇത് എൽമ്, ഇത് ബഹുമാനമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നന്ന വിട്ടുകൊടുക്കണം. പിന്നെ ഈ ചില മക്കളെ ഈ മാർക്കിന്റെ പേരിൽ മക്കളെ ചോദിച്ചു നോക്കുവാടിയിട്ട് കേൾപ്പാടിയിട്ട് ഇതാക്കിയിട്ടുള്ള ഒരിക്കലും മക്ക ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മക്കൾ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്ക അഭിവൃദ്ധിയാവില്ല. നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴൊക്കെ ഈ മദ്രസ ദീന് കിട്ടിയിട്ടില്ല ചിന്തയും അല്ലെ. ഇപ്പൊ യാതൊരു മക്കളില്ല എപ്പോഴൊക്കെ ഈ മദ്രസ ദീന് കിട്ടിയിട്ടില്ല എന്തെങ്കിലും പഠിപ്പിടെ കൊണ്ടുള്ള മക്കൾ കുട്ടിയെങ്കിൽ യാതൊരു മക്കളും ഇതുപോലത്തെ ടോർച്ചർ അങ്ങനെ മാനസികമായിട്ട് നമുക്ക് ഇങ്ങനത്തെ അനുഭവിക്കുമ്പോൾ അങ്ങനെ മക്കളെല്ലാം ഉണ്ടാവും. അത് മക്കൾക്ക് ചൊല്ലുക തിരിയില്ല. ചില മക്കൾ ചിലപ്പോൾ ചൊല്ലും, ചില മക്കൾ ചിലപ്പോൾ ചൊല്ലും. എന്നാൽ അത് ചൊല്ല വന്നാൽ പേടിക്കുന്നത് അല്ലെങ്കിൽ ചൊല്ലുക തിരിയാണ്ടത് ബാക്കിയുള്ളൂ. അല്ല മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താക്കണം ചെന്നെങ്കിൽ ഞങ്ങളുടെ മക്കളെ ഉയർച്ചത് നനമേ കാരണമായി എന്ന് ഞാൻ മനസ്സിലാക്കണം. ഞങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടത് നനമേ, ഞങ്ങളുടെ മക്കളെ ഉയർന്നു പറയേണ്ടത് നനമേ. അതിന് വേണ്ടാതെ എല്ലാത്തിനും നന്നാക്കണം. ഒരിക്കലും ഞങ്ങളുടെ മക്കളെ ദൂരിട്ട് ഞങ്ങൾ മേൽക്കൊണ്ടുവർക്ക് സാധ്യമേ, അടിച്ചിട്ട് മേൽക്കൊണ്ടുവരക്കും സാധ്യമില്ല. അപ്പൊ ബുദ്ധി ഞങ്ങൾക്ക് മെമ്മറി ആരായിട്ട് വെച്ചു കൊടുക്കുക ആവില്ല. ഉള്ള മെമ്മറിയുടെ ട്രിക്സ് ഉപയോഗമാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആവുന്ന രീതിയിൽ പിന്നെ പഠിക്കമുള്ള ചില തെറുകളെല്ലാം കണ്ടുപിടിക്കുക എന്നല്ലാണ്ട് ബുദ്ധി ഒരിക്കലും ഞങ്ങൾ കൂട്ടിക്കൊടുക്കുകയാവില്ല. അതുകൊണ്ടിട്ട് പഠിച്ചത് ഉപകാരപ്പെടണമെങ്കിൽ ഞങ്ങൾക്കാക്കണം അള്ളാഹു വേണ്ടി എന്ന ഇഖ്ലാസ് ഞങ്ങളിലും വേണം, ഞങ്ങളുടെ മക്കളും വേണം. ഇൽമുടെ ബഹുമാനിക്കുകയും ഇൽമു പഠിക്കുന്നതിൽ അതവ് ഒന്നാമത് തന്നെ അത് എന്റെ അനിയത്ത് സ്വാലിഹ, നല്ല നിയ്യത്ത്, വസഹ്ഹിഹി നിയ്യ. അതബുടെ കൂട്ടത്തിൽ ചെല്ലത് ഇൽമുടെ അതബുകളോട് കൂടെ പഠിക്കണം എന്ന് ചെന്നത് ചെല്ലത് എന്താ നിയ്യത്ത് സഹിയാക്കണം, അള്ളാഹു വേണ്ടി എന്നാവണം. അത് തെറ്റ് പഠിച്ചെങ്കിലും ജീവിതകാലം അത് നിലനിൽക്കരുത്. അത് എപ്പോഴും ഉപകാരപ്പെടും.
നമുക്കിപ്പോ എത്ര എത്ര എല്ലാ പക്കത്തും പഠിക്കുക എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഒന്നും മദ്രസ വിട്ടു പോയ മക്കൾ ഖുർആൻ ഓതുന്നത് കാണില്ല, മദ്രസ വിട്ടു പോയ മക്കൾ നിസ്കരിക്കുന്നത് കാണില്ല. എല്ലാം നമുക്കുണ്ട്. എന്ത് കൊണ്ടിട്ട് കേട്ടെങ്കിൽ മക്കൾ ഇഖ്ലാസിലെ പഠിക്കുമ്പോൾ ഇഖ്ലാസ് എവിടേക്ക് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. പാരൻസ് ആയിട്ട് അതിൽ പ്രധാനപ്പെട്ട ആളുമാർ ഉസ്താദുമാരും വേണം, പാരൻസ് വേണം. ഇഖ്ലാസ് ഉണ്ടാക്കി കൊടുക്കണം. ഉസ്താദുമാർ അതിനെ സംബന്ധിച്ച് ഖുർആനിൽ മദ്രസയിൽ ക്ലാസ് തന്നെയുണ്ട്. ഇൽമുടെ അദബുകൾ എന്ന് ചൊല്ലോടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കുക എന്നുള്ളത് അത് വിവരിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ മാത്രമല്ല പഠിപ്പാട്ടാന്മാരും ഇഖ്ലാസിനെ സംബന്ധിച്ച് ഇതാക്കി കൊടുക്കണം. പാരൻസ് ആണ്. അപ്പൊ എനിക്കെത്ര മാർക്ക് കിട്ടുന്നതല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ മാർക്ക് ചുമ പിടിച്ചിട്ട് നേരെ പറ്റിയാൽ ചൊല്ലണം. ആ മക്കളെ കിട്ടിയത് ഇത്ര കിട്ടിയതിന് അത്ര മുതു തട്ടി അങ്ങനെ ഉയർത്തിക്കൊണ്ട് വളർത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ അത് അങ്ങനെ മക്കളെ ഉയർത്തിക്കൊണ്ടുള്ളത് എനിക്കേ സാധ്യമാണ്, നല്ല കൊണ്ടേ ആവും എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ദീനിന്റെ ചൊല്ലുന്നത് അള്ളാഹുടെ അള്ളാഹുടെ പ്രകാശം എന്നുള്ളത് അല്ലെ, അള്ളാഹുടെ വെളിച്ചെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. ഒക്കെ ഈ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി പഠിപ്പാട്ടിയെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ ഉപകാരത്തിൽ കിട്ടുന്നില്ല. ഉപകാരപ്പെടണമെങ്കിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാക്കി കൊടുക്കണം. ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തുന്ന സ്വരം അങ്ങനെയാക്കണം. എങ്ങനെ ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തുന്ന സ്വരം അത് എന്താ നീ പഠിച്ചെന്നുണ്ടെങ്കിൽ എന്താ നിൽക്കാനാണ് അവിടെ വിളിച്ചോണ്ടല്ലേ ഇങ്ങനെ കിട്ടണ്ടേ എന്നുള്ളതൊക്കെ അതിനെ ബദലിക്കണം. എങ്ങനെ തന്നെങ്കിലും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുടെ തൃപ്തി ഉണ്ടാവും, അള്ളാഹുടെ പൊരുത്തുണ്ടാവും, അള്ളാഹുക്ക് വേണ്ടി പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഇഖ്ലാസിലെ പഴക്കങ്ങൾ, ഇഖ്ലാസ് ഉണ്ടാവുന്ന ദീനുമായിട്ടുള്ള പങ്കുണ്ടാക്കിയ പഴക്കങ്ങൾ നാളെ മക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങ് പഠിച്ചത് നമുക്ക് ഉപകാരപ്പെട്ടത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ റിസൾട്ട് പറയുമ്പോഴത്തേക്ക് ഇത്രല്ല അവതരണം ഇത്രല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് മക്കൾക്ക് വെറും എപ്പൊക്കെ പഠിച്ചിട്ട് ഇന്ന് കിട്ടേണ്ട അമ്മയായിരിക്കും ഇതെപ്പൊക്കെ പാസ്സായി പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് ബാക്കിയുള്ള വിദ്യമായിട്ട് കമ്പയർ ആക്കുക തീരാൻ എല്ലാത്തിനും ഞങ്ങളെ നീയത്ത് നല്ലതാണ്. നല്ല നല്ല നീയത്ത് ഞങ്ങളെ മക്കളെ കൽപ്പ് കിട്ടുകൊടുക്കണം. ഒക്കെ നല്ല എത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നീയത്ത് നല്ല എത്തുന്നുണ്ടെങ്കിൽ ബാക്കി പഠിപ്പാട്ട് ഉസ്താദുമാരാവട്ടെ, അല്ലെങ്കിൽ ആടലിക സമിതി ആവട്ടെ, അല്ലെങ്കിൽ ഉസ്താദ സമിതി ആവട്ടെ, ഇതിക്കെല്ലാം പടച്ചോണായിട്ടുള്ള ചെറുസമാക്കി തന്നെ ഞങ്ങളെ നീയത്ത് നല്ലെന്നുണ്ടെങ്കിൽ അത് ബാക്കി ഇപ്പൊ ഉസ്താദന്മാരെ പഠിപ്പാട്ടിലുണ്ടെങ്കിൽ പഠിപ്പാട്ട് ഉസ്താദന്മാർ പറഞ്ഞ വ്യവസ്ഥ പടച്ചോണാക്കി തന്നെ അതെല്ലാം ഉണ്ട്. ഞങ്ങളെ നീയത്ത് സമയത്തെ മാത്രം ആടലിക സമയം അത് ശരിയാവും, ഞങ്ങളെ നീയത്ത് ശരിയാവും. അതുകൊണ്ടിട്ട് ഞങ്ങൾ നല്ല ഇഖ്ലാസ് ഉണ്ടെന്നാണ് അള്ളാഹു ഞങ്ങളെ മക്കൾക്ക് നല്ല ഇൽമും ഫഹ്മും അള്ളാഹു ഏറ്റിത്തരട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.